നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടത് അത്ര നല്ല ടേംസിലായിരിക്കില്ല, നമുക്കറിയാമത്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പിയേഴ്സ് മോർഗനുമായിട്ട് നടത്തിയിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യങ്ങൾ അങ്ങ് തുറന്നു പറയുകയും പിന്നെ വേൾഡ് കപ്പിന് ഇടയ്ക്ക് വെച്ച് അദ്ദേഹവുമായിട്ടുള്ള കോൺട്രാക്റ്റ് യുണൈറ്റഡ് അവസാനിപ്പിക്കുകയും ക്രിസ്ത്യാനോ പിന്നെ സൗദിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷേ എന്തൊക്കെ ചെയ്താലും യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം നിലനിൽക്കുക തന്നെ ചെയ്യും. അത്തരം പ്രകടനം അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോഴുള്ള അവരുടെ താരങ്ങളോടൊന്ന് ചോദിക്കുക, ആരാണ് നിങ്ങളുടെ ഐഡൽ എന്ന് ചോദിച്ചാൽ അതിൽ പലരും പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് എന്ന്. ഇന്നലത്തെ വിജയശില്പി ആയിട്ടുള്ള ഗർനാച്ചോ അത് പലപ്പോഴും പറയുന്നതാണ്. ഗർനാച്ചോയുടെ സെലിബ്രേഷൻസ് പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ അനുകരിച്ചുകൊണ്ടാണ് ഉണ്ടാവാറുള്ളത്. എന്തായാലും പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോവുകയാണ്. അലയാന്ദ്രോ ഗർനാച്ചോ പറയുന്നു, ക്രിസ്ത്യാനോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ്, എൻ്റെ ഐഡലാണ് ക്രിസ്ത്യാനോ എന്ന് അലയാന്ദ്രോ ഗർനാച്ചോ പറയുന്നു. ഡിയേഗോ ഡാലോട്ട് പറഞ്ഞു നോക്കുക, ഐഡൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു റൊണാൾഡോ. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡൽ. കാരണം എൻ്റെ ഫുട്ബോൾ കരിയറിലെ ഡേ 1 മുതൽ എൻ്റെ ഐഡൽ അദ്ദേഹമാണ്. അദ്ദേഹം പോർച്ചുഗലുകാരനായതുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് പ്ലേയിങ്, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, ഇതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹമാണ് എൻ്റെ ഐഡൽ എന്ന് ഡിയേഗോ ഡാലോട്ട് പറഞ്ഞു. റാസ്മസ് ഹോയ്ലൻഡ് ഇന്നലെയും അദ്ദേഹം ഗോൾ അടിച്ചു. തുടർച്ചയായ 4 കളികളിൽ പ്രീമിയർ ലീഗിൽ അവർക്ക് വേണ്ടി ഗോൾ അടിക്കുന്ന, യുണൈറ്റഡിന് വേണ്ടി ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിക്കഴിഞ്ഞ റാസ്മസ് ഹോയ്ലൻഡ് പറഞ്ഞത്, ക്രിസ്ത്യാനോ എല്ലായ്പ്പോഴും എനിക്ക് ഐഡലിനെ പോലെയാണ്, ഞാൻ വളരുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. എല്ലായ്പ്പോഴും അദ്ദേഹമാണ് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച താരമെന്നാണ് ഞാൻ കരുതി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പഠിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. മാർക്കസ് റഷ്ഫോർഡ് പറഞ്ഞ കാര്യം നോക്കുക, ക്രിസ്ത്യാനോ റൊണാൾഡോ എൻ്റെ വൺ ഓഫ് മൈ ഐഡൽസിൽപ്പെട്ടയാളാണ്. അദ്ദേഹത്തോടൊപ്പം കളിക്കാൻ കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും വലിയ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ അദ്ദേഹം തീർച്ചയായിട്ടും അൺബിലീവബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. കോബി മൈനോ അടുത്ത യുവതാരം, ഇപ്പം യുണൈറ്റഡിനായിട്ട് മികവ് കാണിച്ചു വരുന്ന യുവതാരം പറയുന്നു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ആരോടൊപ്പം കളിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യുവതാരം പറഞ്ഞ മറുപടി റൊണാൾഡോ എന്നായിരുന്നു. ചുരുക്കത്തിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, യുണൈറ്റഡിലെ ഇമ്പാക്റ്റ്, അതില്ലാതെയാക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ തുടരുന്നു എന്നർത്ഥം. ഇന്ന് അദ്ദേഹത്തിന് ജന്മദിനമാണ്. കൂടുതൽ ഉയരങ്ങൾ അദ്ദേഹം ഇപ്പോഴും ലക്ഷ്യം വെക്കുന്നു ഈ 39-ാം വയസ്സിലും. അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും. അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.